ഇന്നത്തെ ഒരു കിച്ചടിയുടെ റെസിപ്പിയാണ്. കിച്ചടി എന്ന് പറയുമ്പോൾ ഈ സദ്യക്കൊക്കെ വിളമ്പുന്ന തൊടുകറിയില്ലേ, അത് കോവയ്ക്ക വെച്ച് ചെയ്താണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതിനാദ്യം ഒരു പാത്രത്തിലേക്ക് അല്പം തൈരെടുത്ത് ആ തൈരിലേക്ക് ചില ഉപ്പിട്ട് നന്നായിട്ട് ഈ ഉപ്പും തൈരോടെ മിക്സ് ചെയ്ത് വെക്കണം ഒരു സൈഡിലോട്ട്. എന്നിട്ടൊരു ചട്ടി എടുത്ത് ആ ചട്ടിയിലേക്ക് സൺഫ്ലവർ ഓയിലില്ലേ അതൊഴിച്ച് അതിനകത്തോട്ട് നമ്മുടെ കോവയ്ക്കയില്ലേ, കോവയ്ക്ക ചെറിയ കനം കുറച്ച് വട്ടത്തിലരിഞ്ഞിട്ട് അതുകൂടി ഇതിനകത്തോട്ട് ചേർത്ത് നന്നായിട്ട് ഫ്രൈ ചെയ്യണം. എന്ന് വെച്ചാൽ കരിഞ്ഞു പോകരുത്, കോവയ്ക്ക കരിഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിൽ ഫ്രൈ ചെയ്ത് നമ്മുടെ തൈരില്ലേ തൈരിനകത്തോട്ട് ഇടണം. നമ്മൾ തൈര് ഉപ്പൂടെ മിക്സ് ചെയ്ത് വെച്ചില്ലേ അതിനകത്തോട്ട് ഇടണം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിൽ ചെറിയുള്ളി, വെളുത്തുള്ളി, നമ്മുടെ ജീരകമില്ലേ ജീരകം, പിന്നെ കുറച്ച് തേങ്ങയെ കൂടെ ചേർത്തിട്ട് നല്ല വെണ്ണ പോലെ അരയ്ക്കണം. ഇതുപോലെ അരയ്ക്കണം. അപ്പം എന്നിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ എണ്ണയൊന്നും വേണ്ട കേട്ടോ, ഈ വെണ്ണ പോലെ അരച്ചുകൊണ്ട് വന്ന അരപ്പ് ഇടുക. 2 പച്ചമുളകോടെ കീറിയിട്ടോളെ ഒരു എരിവിന് വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറ് കഴുകി വെള്ളമൊക്കെ കൂടെ ഒഴിച്ച് നന്നായിട്ട് വേവിക്കണം. അതായത് ഈ അരപ്പിൻ്റെ പച്ചച്ചുവ മാറാൻ വേണ്ടിയിട്ട് നന്നായിട്ട് ഇളക്കി നന്നായിട്ട് തിളപ്പിക്കണം. ഒന്ന് മൂടി വെച്ച് 2 മിനിറ്റ് വെച്ചോ, അപ്പോൾ നന്നായിട്ട് തിളച്ച് ഇങ്ങി വരും. എന്നിട്ട് ഈ തിളച്ച ആ അരപ്പുണ്ടല്ലോ അത് നമ്മുടെ തൈരിലോട്ട്, ഒന്നെങ്കിൽ തൈരിലോട്ട് ഒഴിക്കുക, അല്ലെങ്കിൽ തൈര് ഈ അരപ്പിനകത്തോട്ട് ഒഴിക്കുക. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാം. ഞാൻ ആദ്യം തൈരിലേക്ക് ഒഴിച്ചു, അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അരപ്പിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി വെക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതവിടെ മൂടി മാറ്റി വെച്ചോളെ. കഴിഞ്ഞിട്ടില്ല, നമുക്ക് ലാസ്റ്റ് ഒരു പണിയും കൂടെ ഉണ്ട്. മൂടി മാറ്റി സൈഡിൽ വെക്കുക. എന്നിട്ട് ഒരു ചട്ടി വെച്ചെന്ന് പറഞ്ഞാൽ നമ്മുടെ കോവയ്ക്ക വറുത്ത എണ്ണയില്ലേ ആ എണ്ണയ്ക്കകത്തോട്ട് തന്നെ കുറച്ച് കടുക്, കുറച്ച് ഉലുവ, കുറച്ച് ചെറിയുള്ളി, കുറച്ച് നമ്മുടെ വത്തൽ മുളക്, അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ താളിച്ചൊഴിച്ചാൽ കഴിഞ്ഞു പണി.